ഹായ് ഷെമീം സാറാണ്. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ്, അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് എന്നുള്ള ചാപ്റ്റർ ആണല്ലേ. അപ്പൊ ഈ ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഈ ചാപ്റ്ററിന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് നമുക്ക് പരിചയപ്പെടണ്ടേ. അതുകൊണ്ട് തന്നെ മാഷ് ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യം പരിചയപ്പെട്ടുകൊണ്ട് ആ ചോദ്യം ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പുള്ള ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ വരികയെന്നും അതെങ്ങനെ ചെയ്യാന്നും പഠിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് മാഷിദേ ആ ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതെന്താന്നറിയോ? ഒരു ചതുരാകൃതിയിലുള്ള ഒരു റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഒരു ഗാർഡൻ ആണ്, ഒരു പൂന്തോട്ടാണ്. ആ പൂന്തോട്ടത്തിന്റെ ലെങ്ത് എത്രയെന്നാ പറഞ്ഞത്? 40 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയെന്നാ പറഞ്ഞത്? ബ്രെഡ്ത്ത് അഥവാ വീതി 20 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീളം 40 മീറ്ററും ലെങ്ത് 40 മീറ്ററും ബ്രെഡ്ത്ത് അഥവാ വീതി 20 മീറ്റർ ആണ് ഇതേ ഈ ചതുരാകൃതിയിലുള്ള റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഗാർഡന്റേത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ഗാർഡനിൽ ഇതേ റോസ് ചെടി കൃഷി ചെയ്ത സ്ഥലമുണ്ട്, അതുപോലെ സൺഫ്ലവറിന്റെ ചെടി കൃഷി ചെയ്ത സ്ഥലമുണ്ട്, അതുപോലെ തുളസീന്റെ ചെടി കൃഷി ചെയ്ത സ്ഥലമുണ്ട്. ഇവയുടെ ഒക്കെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈ ഗാർഡന്റെ ആകെ ഏരിയ, ഈ ഗാർഡന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാലോ? ഈ ഗാർഡന്റെ ആകെ പരപ്പളവ് കണ്ടുപിടിച്ചാലോ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഗാർഡന്റെ ഷേപ്പ് ഏതാണ്? ചതുരാകൃതിയാണ് പറഞ്ഞിട്ടുണ്ട്. ഒരു റെക്ടാങ്കുലാർ ഷേപ്പാണ്, ഒരു റെക്ടാങ്കിൾ ആണ് ഈ ഗാർഡന്റെ ഷേപ്പ് എന്ന് നമുക്കറിയാം. അതുപോലെ അതിന്റെ ലെങ്ത്തും അറിയാം, നമുക്ക് ബ്രെഡ്ത്തും അറിയാം. ലെങ്ത് 40 മീറ്റർ ആണെന്നും ബ്രെഡ്ത്ത് 20 മീറ്റർ ആണെന്നും ചോദ്യം തന്നിട്ടുണ്ട്. അപ്പൊ ഗാർഡന്റെ ഏരിയ കാണാൻ സിമ്പിൾ അല്ലേ? ഒരു ചതുരത്തിന്റെ ഏരിയ എങ്ങനെ നമ്മൾ കാണാറ്? നീളവും വീതിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇതിന്റെ നീളം എത്രയാണെന്നാ പറഞ്ഞത്? 40 മീറ്റർ ആണ്. ലെങ്ത് എത്രയെന്നാ നമുക്ക് ചോദ്യത്തിൽ തന്നത്? 40 മീറ്റർ. അഥവാ അതുപോലെ ബ്രെഡ്ത്ത് എത്രയെന്നാ ചോദ്യത്തിൽ തന്നത്? 20 മീറ്റർ. അപ്പൊ ഇതിന്റെ ഏരിയ എങ്ങനെ കാണാ? ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയാല് ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെ കാണാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നീളം എത്രയാണോ അതുപോലെ വീതി എത്രയാണോ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ഏരിയ പരപ്പളവ് എന്താണ്? 40 × 20. 40 × 20 എന്താ? 40 × 2 80. 40 × 20 800. 800 മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ, ഇതിന്റെ പരപ്പളവ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റോസാ പൂവ് എത്ര ഏരിയയിലാണ് കൃഷി ചെയ്തത് എന്ന് നമുക്ക് നോക്കിയാലോ? അതെങ്ങനെ കാണാ? റോസാ പൂവ് കൃഷി ചെയ്ത് ഈ ഭാഗത്തിന്റെ നോക്കി, ഈ ഷേപ്പ് ഏതാണ്? റോസാ പൂവ് കൃഷി ചെയ്ത് ഈ ഭാഗത്തിന്റെ ഷേപ്പ് എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണത്തിന്റെ ഷേപ്പിലാണ് ഈ റോസാ പൂവ് കൃഷി ചെയ്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു മട്ട ത്രികോണത്തിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ നമ്മൾ കാണാറ്? നമ്മൾ ലൈവില് പഠിച്ചതാണ്. നിങ്ങൾ ലൈവ് കണ്ടില്ലായിരുന്നു? എങ്ങനെയാണ്? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളം നമ്മൾ നോക്കും അല്ലെ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ലംബവശങ്ങളുടെ നീളം നോക്കും. ലംബവശങ്ങളുടെ നീളം നോക്കിയിട്ട് എന്താ നമ്മൾ ചെയ്യാറ്? ലംബവശങ്ങളെ നീളം തമ്മിൽ, പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കും. അപ്പൊ ഈ റോസാപ്പൂ കൃഷി ചെയ്ത് നോക്കിക്ക്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ്, ഒരു മട്ട ത്രികോണത്തിന്റെ ഷേപ്പിലാണ്. അപ്പൊ അതിന്റെ ഏരിയ എന്താ? ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതാ? ഈ മട്ട ത്രികോണത്തിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഇതും ആണല്ലേ. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്? ഈ സൈഡിന്റെ നീളം 25 മീറ്റർ ആണ്, 25 മീറ്റർ ആണ്. അതുപോലെ ഈ സൈഡിന്റെ ലെങ്ത് 5 മീറ്റർ ആണ് അല്ലെ, 5 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് 25 × 5 ചെയ്യണം. 25 × 5 ചെയ്താൽ മാത്രം മതിയോ? പോരാ, അതിന്റെ പകുതിയും എടുക്കണം അല്ലേ. അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കണം. അങ്ങനെയല്ല ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ, ഒരു മട്ട ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ കാണുക. അപ്പൊ 25 × 5, 25 × 5 എന്താ? 125. 125ന്റെ പകുതി എത്രയാണ്? 120ന്റെ പകുതി എന്താണ്? 60. 125ന്റെ പകുതി എന്താണ്? 62.5 അല്ലെ.
62.5 62.5 മീറ്റർ സ്ക്വയർ ആണോ സെന്റിമീറ്റർ സ്ക്വയർ ആണോ? അതിന്റെ നീളങ്ങൾ തന്നത് മീറ്ററിലാണ്. അപ്പോ മീറ്റർ സ്ക്വയർ 65 മീറ്റർ സ്ക്വയർ. സിമ്പിൾ ആണല്ലേ. അപ്പൊ റോസ് കൃഷി ചെയ്തത് 62.5 മീറ്റർ സ്ക്വയറിൽ 62.5 മീറ്റർ സ്ക്വയറിലാണ് നമ്മുടെ റോസാപ്പൂവ് കൃഷി ചെയ്തത് മാഷ് അല്ലെ. അപ്പൊ റോസാപ്പൂവ് കൃഷി ചെയ്ത് ആ സ്ഥലത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടോ. ഇനി സൺഫ്ലവർ എത്ര ഭാഗത്താണ് കൃഷി ചെയ്ത് നമ്മൾ നോക്കാം. സൺഫ്ലവർ കൃഷി ചെയ്ത സ്ഥലത്തിന്റെ ഏരിയ നമുക്ക് കണ്ടെത്താം. ഇതും നോക്കിക്കേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ ട്രയാങ്കിളിന്റെയും ഒരു സൈഡ് 90 ഡിഗ്രി ആണ് അല്ലെ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡുകൾ ഏതൊക്കെയാണ്? ലംബവശങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ സൈഡിന് ഇടയിലാണ് 90 ഡിഗ്രി? ഈ സൈഡിനും ഈ സൈഡിനും ഇടയിലാണ്. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഇതുമാണ്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക? പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കണം. അപ്പൊ സൺഫ്ലവറിന്റെ ഏരിയ നമുക്ക് കാണാം. സൺഫ്ലവർ കൃഷി ചെയ്ത ഏരിയ എന്താ? സൺഫ്ലവർ കൃഷി ചെയ്ത ഏരിയ 15 × 15 × 25. ഇത് മീറ്റർ ആട്ടോ, സെന്റിമീറ്റർ അല്ല. 15 × 25. 15 × 25 ചെയ്താൽ മതിയോ? പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? പോരാ, അതിന്റെ പകുതി എടുക്കണം. 15 × 25 എന്താ? 375. 375ന്റെ എന്ത് ചെയ്യണം? പകുതി എടുക്കണം. 375ന്റെ പകുതി എത്രയാണ്? 187.5. എന്താണ് ഏരിയ? നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഏരിയ പറയാ? മീറ്റർ സ്ക്വയർ. നീളങ്ങൾ തന്നത് മീറ്ററിലാണ്. അപ്പൊ അതിന്റെ ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പൊ സൺഫ്ലവർ കൃഷി ചെയ്തത് 187.5 മീറ്റർ സ്ക്വയറിലാണ്. എത്രയാണ്? 187.5 മീറ്റർ സ്ക്വയർ ആണ് നമ്മള് സൺഫ്ലവർ കൃഷി ചെയ്തതിന്റെ ഏരിയ. റോസ് കൃഷി ചെയ്തതിന്റെ ഏരിയ എത്രയായിരുന്നു? 62.5 മീറ്റർ സ്ക്വയർ. 62.5 മീറ്റർ സ്ക്വയറിലാണ് മാഷിദ് റോസ് കൃഷി ചെയ്തത്. 62.5 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് സൺഫ്ലവർ കൃഷി ചെയ്തതിന്റെ ഏരിയയും കിട്ടി, റോസ് കൃഷി ചെയ്തതിന്റെയും ഏരിയ കിട്ടി. ഇനി എങ്ങനെ തുളസി കൃഷി ചെയ്തതിന്റെ ഏരിയ കാണുക? സിമ്പിൾ ആണ്. എങ്ങനെയെന്ന് അറിയോ? നോക്കിക്കേ, നമ്മൾ റെക്ടാങ്കിളിന്റെ ആകെ ഏരിയ എത്രയെന്ന് നമുക്കറിയാം. എത്രയാണ്? 800 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ അതിൽ റോസ് കൃഷി ചെയ്തതിന്റെ ഏരിയയും സൺഫ്ലവർ കൃഷി ചെയ്തതിന്റെ ഏരിയയും ഈ 800 മീറ്റർ സ്ക്വയറിന് കുറച്ചാല് ഇനി ബാക്കി എന്തും കൂടെ ഉള്ളൂ? തുളസിയും കൂടെ ഉള്ളൂ. അപ്പൊ റോസ് കൃഷി ചെയ്തതിന്റെ ഏരിയയും സൺഫ്ലവർ കൃഷി ചെയ്തതിന്റെ ഏരിയയും തമ്മിൽ കൂട്ടിയിട്ട് ഈ 800 ടോട്ടൽ ആയിട്ടുള്ള ഏരിയ എന്ന് കുറച്ചാൽ എന്ത് കിട്ടും? ബാക്കിയുള്ളതൊക്കെ എന്താ? തുളസിയുടെ ഏരിയ ആണ്. അപ്പൊ തുളസിയുടെ ഏരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ സൺഫ്ലവർ കൃഷി ചെയ്തതിന്റെയും റോസ് കൃഷി ചെയ്തതിന്റെയും ആകെ ഏരിയ എത്രയും? 187.5 പ്ലസ് 62.5 എത്ര കിട്ടും? 250 അല്ലെ. എത്രയാണ് ടോട്ടൽ ഏരിയ? സൺഫ്ലവറും റോസും കൂടി കൃഷി ചെയ്തതിന്റെ ടോട്ടൽ ഏരിയ എടുക്കട്ടോ. 187.5 പ്ലസ് 62.5 എത്രയും? 250. 250 മീറ്റർ സ്ക്വയർ ആണോ സെന്റിമീറ്റർ സ്ക്വയർ ആണോ? മീറ്റർ സ്ക്വയർ. ഇവ രണ്ടും മീറ്റർ സ്ക്വയർ. അപ്പൊ മീറ്റർ സ്ക്വയർ. ഇത് രണ്ടും കൂടെ 250 മീറ്റർ സ്ക്വയർ. ആകെ ഏരിയ 800 മീറ്റർ സ്ക്വയർ. അപ്പൊ തുളസിന്റെ ഏരിയ എന്താ? ഈ 800 മീറ്റർ സ്ക്വയറിന് ഇവ രണ്ടിന്റെയും ഏരിയ കുറച്ചത്. ബാക്കിയൊക്കെ തുളസിയുടെ ഏരിയ ആണ്. അപ്പൊ ഈ 800 മീറ്റർ സ്ക്വയറിന് 250 മീറ്റർ സ്ക്വയർ കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ തുളസിയുടെ ഏരിയ കിട്ടും. തുളസിയുടെ ഏരിയ എത്ര? 800 മൈനസ് 250 എത്ര? 550 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടേത് തുളസിയുടെ ഏരിയ. അപ്പൊ നമ്മളിത് റോസിന്റെ ഏരിയ കണ്ടുപിടിച്ചു, സൺഫ്ലവറിന്റെ ഏരിയ കണ്ടുപിടിച്ചു, അതുപോലെ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ തുളസിയുടെയും ഏരിയ കണ്ടുപിടിച്ചു. അപ്പൊ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മാത്സ്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർക്കൊക്കെ എങ്ങനെ മട്ട ത്രികോണത്തിന്റെ നമ്മുടെ
റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മാഷ് ലൈവ് ചെയ്തിരുന്നു. അപ്പൊ ലൈവ് കാണാം. അതുപോലെ മാഷ് സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട് ഇന്ന്. അപ്പൊ എല്ലാരും അതിന്റെ ലൈവ് കാണാം. നമുക്ക് അടിച്ച് പൊളിച്ച് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ മാത്സ് മുഴുവൻ പഠിക്കാം കേട്ടോ. മാഷ് ഇനിയും ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന രീതിയിൽ ലൈവും അതുപോലെ കോണ്ടന്റ് വീഡിയോസും വീഡിയോസ് ഒക്കെ ചെയ്യട്ടോ. മക്കളെല്ലാവരും അതിലോട്ട് വരണം. മാഷ് പോവാം കേട്ടോ. ബൈ ബൈ.